ഈ കേസിലെ പ്രഥമ ദൃഷ്ടിയാ നോക്കുമ്പോൾ തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അന്തർഭവിച്ചിട്ടുണ്ട്. ആർ ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് CPM-ന്റെ നേതാവൊന്നുമല്ല, CIT-യുടെ നേതാവല്ല, കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റാണ്. എന്നിട്ട് എന്തുകൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ ആർ ചന്ദ്രശേഖരനെ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വിട്ടുകൊടുക്കാതിരിക്കുന്നു? ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ചന്ദ്രശേഖരനോ രതീഷോ തെറ്റുകാരാണെന്നോ അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ ഒന്നും നമ്മൾ പറയുന്നില്ല. ഇതിന്റെ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. ആ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇവരെ ചോദ്യം ചെയ്താലേ എന്താ കുഴപ്പം? അവർ കുറ്റക്കാരാണെന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ചോദ്യം ചെയ്തുകൊണ്ട് അവർ കുറ്റവാളികളാവുന്നില്ല. കേസ് അന്വേഷണത്തിന്റെ ഭാഗം മാത്രമാണ്. ഇതാണ് വസ്തുത എന്നിരിക്കെ ഹൈക്കോടതിയുടെ വിമർശനത്തിന് കാരണമാകുന്ന തരത്തിൽ ഇവരെ സംരക്ഷിച്ച് നിലനിർത്തുന്നത് എന്തുകൊണ്ടാണ്? ഇനി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തെറ്റുകാരല്ലാത്ത രണ്ടുപേരെ അന്വേഷണത്തിന് വിട്ടുകൊടുത്തിട്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന ഒരു മനോഭാവമാണെങ്കിൽ അങ്ങനെ ചിലർക്കുണ്ടാവുമല്ലോ. അയ്യോ, മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തരുത്, ഇനി എതിർ പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ഒരു മഹാമനസ്കത. ഇനി അതുകൊണ്ടാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് എന്താ കുഴപ്പം? പ്രോസിക്യൂട്ട് ചെയ്തുകൊണ്ട് എന്താ കുറ്റം? അന്വേഷണത്തിൽ അവർക്ക് നിരപരാധികളാണെന്ന് തെളിയിച്ചുകൊണ്ട് ഊതിക്കാച്ചിയ പൊന്നുപോലെ പുറത്തേക്ക് വരാമല്ലോ. പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ രണ്ടുപേരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വിട്ടുകൊടുക്കില്ല. ആ പിടിവാശിയാണ് ഇന്നലെ ഹൈക്കോടതിയിൽ അതിനിശ്ചിതമായ വിമർശനത്തിന് കാരണമായത്.